എത്രയോ തിരുമ്പിയത് മടക്കിയേക്കാന് പെരുന്നാ കിട്ടതും അല്ലാത്തതൊക്കെ കൂടായിട്ട് ഈ പുട്ടും ഇത് വലിച്ചിടും കൊട്ടേന്ന്. ബാക്കിയുള്ളവർക്ക് കിടന്ന് ഇറങ്ങാറാവണം. ഞാനേ തിരുമ്പിയതൊക്കെ മടക്കിയൊക്കെയാന്ന്. പിന്നെ നിങ്ങളെ 2 കുട്ടികളുണ്ടല്ലോ, ആ കൊട്ടയെ നിർത്തിട്ട് ഈ കട്ടുമ്പോ കൊടുന്നിടുക എന്നെ ഓൽക്ക് പണി. അല്ല നിങ്ങൾ രാവിലെ പോയതാണല്ലോ, നിങ്ങൾ എവിടുക്ക പോയിന്ന്? വിളിച്ചിട്ട് പോയത് ഒരു പണി പോയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് വല്ല തീരുമാനം ഉണ്ടോ? നാളെ തുടങ്ങും. അൽഹംദുലില്ലാ. എന്ന് പണിയില്ലാതെ ഇരിക്കലോ തുടങ്ങിയത് നിങ്ങൾ ഈ പെരന്റെ ഉള്ളില്. പെരുന്നാക്കും നോമ്പിനും ഒക്കെ ലീവേന്നു. ഇപ്പോഴാ സമാധാനായത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു റസിയാനെ പറ്റിയിട്ട് എന്റെ കൂടെ പഠിച്ചേ ഓളെയാ ഖദീജാത്താന്റെ മകനാന്ന് കെട്ടിയിരിക്കണത്. ഓൻ തന്നെ. ഓളെന്തായാലും ഭാഗ്യമുള്ള പെണ്ണാണ്. വലിയ പെരേക്കല്ല കെട്ടിച്ചിക്കണത്. പിന്നെ അമ്മായിമ്മയാണെന്നുണ്ടെങ്കിലോ പച്ചപ്പാവും. ഈ പറഞ്ഞു വരുന്നത് അനക്കൊരു ഭാഗ്യമില്ലാന്നാണോ? ഇനി എന്ത് ഭാഗ്യ കുറവാണുള്ളത്? ഞാൻ ഈ ജീവിതത്തിൽ ഹാപ്പിയാണ്. നിങ്ങൾ എന്തായാലേ പോയി കുളിച്ചിട്ട് വരും, ഞാൻ ചോറ് എടുത്തേക്കാം. ഒന്നും ഉണങ്ങിട്ടു. സാജിദ, റസിയ, നല്ല മളെ ഇജ്ജ് എവിടെ? ഞാൻ അന്നെ പറ്റിട്ട് ഇപ്പൊ ഇന്ന് ഇക്കാനോട് പറഞ്ഞിട്ടുള്ളൂ. അന്റെ ഉമ്മാനോട് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇല്ലാന്ന്. നിങ്ങൾ എങ്ങണ്ടാ പോയിന്ന്? ആടി ഞങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല, ഞങ്ങൾ ലക്ഷദ്വീപ് പോയിന്ന്. ലക്ഷദ്വീപ്ക്കോ? അങ്ങോട്ടൊക്കെ പോണെന്നുണ്ടെങ്കിൽ നല്ല പൈസ ആവൂലേ? ഇല്ലടി, അധികം പൈസ ഒന്നും വരൂല. പിന്നെ നിങ്ങളടുത്ത് പിന്നെ അധികം പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വലിയ എമൗണ്ട് തന്നെ ആയിക്കാരം. ഞങ്ങൾക്ക് അത്രക്ക് തോന്നിയില്ല. ഔത്തക്ക് കേറടി, ഇവിടെ നിന്ന് വർത്താനം പറയാതെ. കേറുന്നില്ലടി, ഞാൻ എന്റെ അമ്മായിയുടെ പെരേക്ക് പോവേന്നേ. കാക്കാന്റെ അതിൽ കൂടെ കടന്ന മേലുള്ള വീടാണ്. പാണ്ട് പോവേന്ന്. അപ്പൊ എന്നാ എന്റെ അടുത്തൊന്ന് കേറാന്ന് വിചാരിച്ചിട്ട് പോണതാ. എന്നിട്ടിപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ? സുഖല്ലേ എനക്ക്? സുഖാണ്, കൊഴപ്പൊന്നുമില്ല, അങ്ങനെ പോണ്. അല്ലടി നിങ്ങൾ എങ്ങോട്ടും പോയില്ലേ പെരുന്നാക്ക്? ഇക്കാന്റെ പെരേക്കും പിന്നെ എന്റെ പെരേക്കും പോയി, അത്ര തന്നെ. വേറെ എവിടേക്കും പോയിട്ടില്ല. അതല്ലേടി പൊട്ടത്തി ഞാൻ ചോദിച്ചേ, ടൂറൊന്നും പോയില്ലെന്ന് ചോദിച്ചേ. ടൂർ പോവേ? ഇല്ല. എന്തിനാ വെറുതെ പൈസ നാസാക്കാൻ വേണ്ടിട്ട്. പിന്നെ കുട്ടികൾക്കും ഇഷ്ടല്ല, ഇക്കാക്കും ഇഷ്ടല്ല. അതുകൊണ്ട് പിന്നെ എവിടേക്കും പോയില്ല. അല്ലാതെ പൈസ ഇല്ലായിട്ടല്ലേ? ഇജ്ജ് കേറി വായ, ഞാൻ ഒരു ഗ്ലാസ് ചായയിലും ഉണ്ടാക്കി തരാം. ഇല്ലടി, കേറുന്നില്ല. ഇജ്ജ് പേരൊന്നും കണ്ടിട്ടില്ലല്ലോ, വായോ. എന്താപ്പൊ കാണാനുള്ളത്? ഇതന്നെയല്ലേ. എന്നാലും ഇതുവരെ വന്നതല്ലേ. ഞാൻ വരാം. കേറി വാ. ആടി ഇല്ല, ഞാന് പോയിട്ടില്ല, പെരുന്നാക്കും പോയിട്ടില്ല. അവിടെ AC ഒന്നും ഇല്ല. ഇപ്പൊ AC-ലൊക്കെ കിടന്നിട്ട് ശീലായി. എന്നാലും പെരുന്നാക്കേലൊന്ന് പോവായിരുന്നു. ഇല്ലടിക്കാണ്ട് പോണ ഇഷ്ടല്ല. അനക്ക് ഇവിടെ AC ഒന്നും ഇല്ലല്ലേ? ഭയങ്കര ചൂടാണ് ഇതിന്റെ ഉള്ളില്. പിന്നെ ഇപ്പാന്റെ ഇമ്മാന്റെ അടുത്തും പോവാന് മോശമായിട്ടാ. കാരണം ഈ ഒരു പെരുന്നാക്കേലും എനിക്ക് പോവായിരുന്നു. മടിയാണ് അവിടെ പോയി നിൽക്കാൻ. എന്ത് മടി? ഇജ് ഇത്രയും കാലം അവിടെ തന്നെ നിന്നത്. അന്നെ നോക്കി വളർത്തിയതും എന്റെ അപ്പന്നെ. ആ ചെറിയ പെരയിൽ തന്നെയല്ലേ ഇത്രയും കാലം ഇജ് താമസിച്ചത്. അന്നൊന്നും നമുക്ക് AC-യുടെ ഒരു ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ വലിയ പെരക്കാരെയും അതേപോലെ പൈസ ഉള്ള മാപ്പിളിനൊക്കെ കിട്ടിയപ്പോ ഓല എനിക്ക് ഭാരായില്ലേ? ഈ പൈസക്കാരനെ കെട്ടാനും എന്റെ അപ്പന്നെയാണ് കാരണം. അത് ഇജ് മറക്കണ്ട. പിന്നെ ഈ പറഞ്ഞല്ലോ ഒരു പെരേ പോയാലും ഞാൻ ഒന്നും കുടിക്കലില്ല, തിന്നലില്ല എന്നൊക്കെ. അനക്ക് ഓർമ്മ ഉണ്ടോ? നമ്മളാ സ്കൂള് പഠിച്ചിരുന്ന കാലൊക്കെ അധികം ഈ എന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഇപ്പൊ ഇയൊക്കെ ആകെ മാറി.
എല്ലാ കാര്യങ്ങളും മറന്നു തുടങ്ങി. അന്നെ കണ്ടപ്പോ സത്യം പറഞ്ഞ ഞാൻ നല്ല സന്തോഷിച്ചിരുന്നു. എന്റെ ആദ്യത്തെ കളിക്കൂട്ടുകാരത്തിനൊക്കെ കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഈ ആകെ മാറിയിരിക്കണം എന്റെ സ്വഭാവത്തിലും ഒക്കെ. ഞാൻ അന്ന് ഇന്നും ഇതേപോലെ തന്നെ ഇന്നു. എന്തായാലും കഴിഞ്ഞു പോയ കാലങ്ങളൊന്നും മറക്കരുത്, എത്ര വലിയ ആൾക്കാരായാലും. ഞാൻ ഇന്ന് പോവാൻ നോക്കട്ടെട്ടാ അമ്മായിയുടെ പെരയിൽ. ഇപ്പൊ എന്തായാലും വൈകുന്നേരമായി തുടങ്ങി. ഇജ്ജ് പോയിക്കോ, ഇനി അധികം നേരം നിന്നിട്ട് വിയർക്കണ്ട. അല്ല AC ഇല്ലായിട്ടേ. എന്നാ ശരി എന്നാ. നമ്മൾ ഇങ്ങനെ മാറുന്നുള്ളു വിചാരിച്ചില്ല. എന്ത് സ്വഭാവം അത്. പഴയ റസിയ ഒന്നും അല്ല ഇപ്പൊ. എന്താ പറയാ, എന്റെ പണിയോടൊന്നും കഴിഞ്ഞിട്ടില്ല ഈ നേരായിട്ടു. പണിയോള് കഴിഞ്ഞിട്ടില്ല, കഴിയാറായപ്പോഴാണ് റസിയ വന്നത്. ഓള് അന്നീന്ന് എന്ത് പറഞ്ഞു? എന്ത് പറയാൻ എന്റെ അക്ക, ഓള് പഴയ പോലൊന്നും അല്ല, ആളാകെ മാറിയിരിക്കണം. എന്താ ഇപ്പൊ അങ്ങനെ പറയണത്? എന്താ ഉണ്ടായി? ഇങ്ങനൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ടായത്. വലിയ ഇമ്പൊന്നുമില്ല, എന്നാലും പോവാനായിരുന്നു. ചെലപ്പോ ഇഞ്ഞോള് ഈ പരിസരത്തൊക്കെ ഒന്നും വരൂല. ഇക്ക് ദേഷ്യം വന്നത് ഒന്നിലല്ല, ഓളോളെ പനിമാനും പോയി കണ്ടില്ല പറഞ്ഞപ്പളേ അപ്പോഴൊക്കെ ദേഷ്യം പിടിച്ചത്. അതാ ഞാൻ ഓളോട് അങ്ങനൊക്കെ പറഞ്ഞത്. അത് ഞാൻ അങ്ങനൊക്കെ പറയണമെന്ന് വിചാരിച്ചൊന്നും സംസാരിച്ചതും അല്ല. അതെന്തായാലും നന്നായുള്ളൂ ഈ പറഞ്ഞത്. അങ്ങനെങ്കിലും ഓർക്കൊന്ന് മനസ്സിലാവട്ടെ. ഈ അതിന് വിഷമിക്കൊന്നും വേണ്ട.